യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യം 4. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവനെക്കുറിച്ച് ഏറ്റവും അധികം പരാമർശിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് യോഹന്നാൻ്റെ സാഹിത്യങ്ങൾ. മനുഷ്യർക്ക് കേവലം ഈ ലോകത്തിലെ ജീവൻ മാത്രമല്ല, ഈ ലോകത്തിൽ വച്ചു തന്നെ നിത്യജീവൻ പ്രാപിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ അത് ശാരീരിക മരണത്തെ ഇല്ലാതാക്കുകയല്ല. ശരീരത്തിന് മരണം സംഭവിച്ചാലും കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴികയിൽ വെളിപ്പെടുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുന്നു. മരണത്തെ ഇരുളിനോട് ഉപമിക്കാം. എല്ലാം അന്ധമായി മാറുന്ന മരവിച്ച ഇരുട്ട്. എന്നാൽ ജീവൻ വെളിച്ചമാണ്. ഏത് ഇരുളിനെയും ഇല്ലാതാക്കാൻ, കീഴ്പ്പെടുത്താൻ, അതിന്മേൽ ജയാരവം മുഴക്കാൻ കഴിയുന്ന വെളിച്ചം. ഈ ജീവൻ എവിടെയാണുള്ളത്? അതാണ് അവനിൽ എന്ന് പറഞ്ഞ് യോഹന്നാൻ വ്യക്തമാക്കുന്നത്. ആദിയിൽ ഉണ്ടായിരുന്ന ദൈവമായ, ദൈവത്തോട് കൂടെയായിരുന്ന വചനമാണ് അവൻ എന്ന് പറഞ്ഞ് യോഹന്നാൻ മനസ്സിലാക്കി തരുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഈ വചനമാണ് മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വെളിപ്പെട്ടത് എന്ന് പറഞ്ഞ് ക്രിസ്തുവിലേക്ക് നമ്മുടെ പൂർണ്ണ ശ്രദ്ധ ക്ഷണിക്കുന്നു. ക്രിസ്തുവിലുള്ള ജീവനാണ് മനുഷ്യൻ്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ മരണത്തിനും അപ്പുറം, മനുഷ്യരുടെ അറിവിന് അപ്പുറം ഇരുൾ മൂടിക്കിടക്കുന്ന അനന്തകാലത്തിലേക്ക് വെളിച്ചം കാണിച്ചു തരുന്നു. ഭൂമിയിലെ ജീവിതം അവസാനിച്ചാലും ക്രിസ്തുവിലെ ജീവൻ പ്രാപിച്ച വ്യക്തി ഈ അനന്തകാലത്തിൻ്റെ അറിവില്ലായ്മയുടെ ഇരുളിലേക്ക് അലിയുകയല്ല, നിത്യതയുടെ വെളിച്ചം അവസാനിക്കാത്ത പുതുപുലരിയിലേക്ക് പദമൂന്നുകയാണ്. അറിവ് വെളിച്ചമാണെങ്കിൽ മരണത്തിനപ്പുറം എന്ത് എന്ന് വ്യക്തമാകാത്തിടത്തോളം നേടുന്ന ഏതൊരു അറിവും ഗ്രഹണ സമയത്തെ സൂര്യനെ പോലെയാണ്. എന്നാൽ നിത്യജീവൻ്റെ അറിവ് സമ്പാദിക്കുമ്പോൾ, അതിൻ്റെ ഉറപ്പുണ്ടാകുമ്പോൾ, മധ്യാഹ്ന സൂര്യനെന്ന പോലെ വെളിച്ചം ജീവിതമാകെ പ്രകാശിപ്പിക്കുന്നു. ആകയാൽ ജീവൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ജീവനിലേക്ക് ആനയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.